കേരളത്തിൻ്റെ മെട്രോ നഗരമായ എറണാകുളത്ത് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകൾ മറൈൻ ഡ്രൈവും ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും തൃപ്പൂണിത്തുറ ഹിൽ പാലസുമൊക്കെ ഒരു ദിവസം കൊണ്ട് ഒന്ന് കറങ്ങി വരാം. ഒരുപാട് സമയം ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ലെങ്കിലും കുറഞ്ഞ സമയം കൂടുതൽ സ്ഥലങ്ങൾ കുറഞ്ഞ ചിലവ് ഇന്നത്തെ യാത്ര ഈ രീതിയിലാണ്. രാവിലെ 8 മണിയോടുകൂടി മറൈൻ ഡ്രൈവിലെത്തി അവിടെ വാഹനം പാർക്ക് ചെയ്ത് കുറച്ച് കാഴ്ചകളൊക്കെ നടന്ന് കണ്ട് മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്തുള്ള ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് വാട്ടർ മെട്രോയിലൊരു യാത്ര. കൊച്ചിയിലെ കായൽ ഭംഗി ആവോളം ആസ്വദിക്കുന്നതിന് വലിയ രീതിയിലുള്ള ഗ്ലാസ് വിൻഡോകളാണ് വാട്ടർ മെട്രോയിൽ നൽകിയിട്ടുള്ളത്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും 20 മിനിറ്റ് കൊണ്ട് ഫോർട്ട് കൊച്ചിയിലെത്തും. പ്രധാനമായും 4 റൂട്ടുകളാണ് വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത്. ഹൈക്കോടതി സൗത്ത് ചിറ്റൂർ, ഹൈക്കോടതി ഫോർട്ട് കൊച്ചി, ഹൈക്കോടതി വൈപ്പിൻ, വൈറ്റില കാക്കനാട്. ഒരേ സമയം 100 പേർക്ക് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാം. കപ്പലുകളും ബോട്ടുകളും ഒക്കെ കണ്ടുകൊണ്ട് മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ആസ്വദിക്കാം. നമ്മുടെ ബോട്ട് അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു. ചീനവലകളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ ബോട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാം. ചീനവലകൾ ചൈനയിൽ നിന്നാണ് വന്നതെന്ന് വിശ്വസിക്കുന്നു. ഈ വലകൾ മെല്ലെ ഉയർത്തിയും താഴ്ത്തിയും മീൻ പിടിക്കുന്നതും അപ്പോൾ തന്നെ മീൻ വിൽക്കുന്നതുമൊക്കെ നോക്കി കുറച്ച് സമയം അവിടെ നിന്നു. ഈ വാക്വേയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നാൽ വാസ്കോ ഡ ഗാമ സ്ക്വയറിലെത്തും. കടൽ തീരത്തിനടുത്തുള്ള ഈ സ്ഥലത്തിന് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമയുടെ പേരാണ് നൽകിയിട്ടുള്ളത്. പോകുന്ന വഴിയിൽ നിറയെ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ വെയിലിൻ്റെ കാഠിന്യം ഒന്നും അറിയാതെ കടകളിലെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടക്കാം. നല്ല ഫ്രഷ് മീൻ വിൽക്കുന്ന കടകളും നിറയെ വള്ളങ്ങളുമൊക്കെ കാണാം. വാസ്കോ ഡ ഗാമ സ്ക്വയറിൽ നിന്നുകൊണ്ട് ബീച്ചിലെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. കൊച്ചിൻ പോർട്ടിലേക്ക് വരുന്ന കപ്പലുകളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിന്നാൽ സമയം പോകുന്നതേ അറിയില്ല. ഒരു ദിവസം കൊണ്ട് കുറച്ചേറെ സ്ഥലങ്ങൾ കണ്ടു തീർക്കാനുള്ളത് കൊണ്ട് അധിക സമയം ഇവിടെ നിൽക്കാതെ നമ്മുടെ അടുത്ത സ്പോട്ടായ മട്ടാഞ്ചേരിക്ക് ഇവിടുന്ന് 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്ത് തന്നെ ഇന്ത്യൻ നേവിയുടെ ഒരു മ്യൂസിയം ഉണ്ട്. സൈന്യം ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. പോർച്ചുഗീസുകാർ പണിത് കൊച്ചി രാജാവിന് സമ്മാനമായി നൽകിയതാണ് മട്ടാഞ്ചേരി കൊട്ടാരം. മട്ടാഞ്ചേരി കൊട്ടാരവും ജി സ്ട്രീറ്റും ഒക്കെ കണ്ട് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചതിന് ശേഷം തിരികെ ഫോർട്ട് കൊച്ചിയിലേക്ക്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും വാട്ടർ മെട്രോയിൽ തിരികെ ഹൈക്കോടതി ജംഗ്ഷനിലേക്ക്. ഇനി നമ്മുടെ അടുത്ത സ്പോട്ടായ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്ക് പോകാം. ഹിൽ പാലസിലേക്ക് പോകുന്നതിന് വേണ്ടി മെട്രോയാണ് തിരഞ്ഞെടുത്തത്. എറണാകുളത്തുള്ളവർക്ക് മെട്രോ സുപരിചിതമാണെങ്കിലും മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് പുതിയൊരു അനുഭവമാണ്. ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും ഓട്ടോയിൽ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷനായ MG റോഡ് മെട്രോ സ്റ്റേഷനിലേക്ക്. ഓട്ടോയ്ക്ക് 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. മെട്രോയിൽ തൃപ്പൂണിത്തുറ SN ജംഗ്ഷനിൽ ഇറങ്ങി അവിടെ നിന്നും 50 രൂപ ഓട്ടോ ചാർജ് നൽകിയാൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലെത്താം. രാവിലെ 9 മണി മുതൽ 12:30 വരെയും 2 മണി മുതൽ 4:30 വരെയുമാണ് സന്ദർശന സമയം. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന ഫീസ്.
തിങ്കളാഴ്ച ഹിൽ പാലസ് അവധിയായിരിക്കും. 1865 പണി കഴിപ്പിച്ചതാണ് ഹിൽ പാലസ്. 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് മ്യൂസിയമാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തു. രാജകുടുംബത്തിലുള്ളവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ശില്പങ്ങളും ആഭരണങ്ങളും അവർ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളുമൊക്കെ നമുക്ക് മ്യൂസിയത്തിൽ കാണാം. ഈട്ടിത്തടിയിൽ കടഞ്ഞെടുത്തതാണ് ഈ ആന. രാജകൊട്ടാരത്തിൻ്റെ കൊത്തുപണികളും പുരാവസ്തു ശേഖരണങ്ങളുമൊക്കെ കണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ ഏവരെയും ആകർഷിക്കുന്ന ഒരു മാൻകൂട്ടത്തെ കാണാൻ പറ്റും. മ്യൂസിയത്തോട് ചേർന്ന് തന്നെ ഒരു മാൻ പാർക്കുണ്ട്. നിരവധി മാനുകളെ നമുക്ക് കാണാൻ സാധിക്കും. മാൻകൂട്ടങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഒരു ദിനോസറിൻ്റെ പ്രതിമയും നമുക്ക് കാണാം. ചലച്ചിത്രങ്ങളിലൂടെയും ഈ കൊട്ടാരം ജനമനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൊട്ടാരമൊക്കെ കണ്ടിറങ്ങിയപ്പോഴേക്കും നന്നായി വിശക്കുന്നുണ്ട്. അങ്ങനെ തൃപ്പൂണിത്തുറയിലുള്ള ഹംഗ്രി മിനാറിൽ നിന്നും ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മുടെ അടുത്ത സ്പോട്ടായ ലുലു മാളിലേക്ക്. ഓവർ മസാലയുടെ ബഹളങ്ങളൊന്നുമില്ലാത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ എടപ്പള്ളി ലുലുവിലേക്ക്. എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ലുലു മാളിലേക്ക്. ഒരു ഷോപ്പിംഗ് വിസ്മയം തന്നെയാണ് ലുലു മാള് നമുക്കായി ഒരുക്കുന്നത്. 2013 ലുലു ആരംഭിച്ചപ്പോൾ എങ്ങനെയായിരുന്നോ അതേ പ്രൗഢിയോടുകൂടി തന്നെ ഇന്നും നിൽക്കുന്നു. ഫുഡ് കോർട്ടുകൾ, ഗെയിം ഏരിയ, റെസ്റ്റോറൻറ്റുകൾ, വിവിധ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകൾ, തിയേറ്ററുകൾ, അങ്ങനെ എത്ര കണ്ടാലും എത്ര സമയം ചിലവഴിച്ചാലും മതിവരില്ല. കുറച്ച് സമയത്തിന് ശേഷം ലുലുവിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ വാഹനത്തിനടുത്തേക്ക്. ഒരു യൂട്യൂബ് വീഡിയോ ഉദ്ദേശിക്കാഞ്ഞതിനാൽ പല വീഡിയോസും ഫോണിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ട് ഉൾപ്പെടുത്താനായിട്ടില്ല.